Students, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2005 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രിഗണോമെട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. ഇനി ട്രയാങ്കിൾ PQR ആംഗിൾ R is equal to pi by 2. ആംഗിൾ R തന്നിട്ടുണ്ട്, pi by 2 തന്നിട്ടുണ്ട്. Tan P by 2 and tan Q by 2 are roots of the quadratic equation. Ax square plus bx plus c is equal to 0. Where a not equal to 0 തന്നിട്ടുണ്ട്. Then which of the following is correct? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ R അറിയാം. ആംഗിൾ R is equal to pi by 2. ശ്രദ്ധിക്കാം. tan P by 2 tan Q by 2 റൂട്ട്സ് അല്ലേ. സോ tan P by 2 plus tan Q by 2 is equal to minus B by A. Sum of roots. Product of roots നമുക്ക് നോക്കാം. tan P by 2 into tan Q by 2 is equal to C by A. Product of roots. Pയും Qയും Rഉം ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ആണ്, 3 ആംഗിൾസ് ആണ്. സോ P plus Q plus R is equal to pi. P plus Q is equal to pi minus R. P plus Q is equal to pi minus R ന്റെ വാല്യൂ നമുക്കറിയാം pi by 2. So P plus Q is equal to pi minus pi by 2, that is pi by 2, 90 ആണ്. P plus Q is equal to pi by 2. ഞാൻ ഒരു കാര്യം ചെയ്യുക, 2 കൊണ്ട് ത്രൂട്ട് ഡിവൈഡ് ചെയ്യാം. P plus Q divided by 2 is equal to pi by 2 by 2. So P by 2 plus Q by 2 is equal to pi by 4 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? നമുക്ക് ടാൻ ഫംഗ്ഷൻ രണ്ട് സൈഡും എടുക്കാം. ടാൻ ഓഫ് P by 2 plus Q by 2 is equal to tan pi by 4. Tan pi by 4 എല്ലാവർക്കും അറിയാവുന്ന വാല്യൂ ആണ് 1. Tan 45 1 ആണ്. So tan of P by 2 plus Q by 2 is equal to 1. Tan of A plus B, tan A plus tan B divided by 1 minus tan A tan B is equal to 1. Clear അല്ലേ? tan P by 2 plus tan Q by 2 ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, മൈനസ് B by A, സം ഓഫ് റൂട്ട്സ്. tan P by 2 into tan Q by 2 ന്റെ വാല്യൂ അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു C by A. ജസ്റ്റ് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് B by A divided by 1 plus C by A is equal to 1. That is minus B by A, cross multiply ചെയ്യാം, minus B by A is equal to 1 plus C by A. That is minus B by A is equal to LCM എടുത്താൽ A plus C by A. നമുക്കൊരു കാര്യം ചെയ്യാം, എയും എയും ക്യാൻസൽ ചെയ്യാം. സോ മൈനസ് B is equal to A plus C എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. സം ഓഫ് റൂട്ട്സ് നമുക്കറിയാം മൈനസ് B by A, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് അറിയാം, ദാറ്റ് C by A ആണ്. ജസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് B by A divided by 1 minus C by A, that is equal to 1. Minus B by A is equal to 1 minus C by A, cross multiply ചെയ്തു. Minus B by A is equal to LCM എടുക്കാം, A minus C by A, രണ്ട് സൈഡിലെ A ക്യാൻസലായി. മൈനസ് B is equal to A minus C, മൈനസ് സി ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൈനസ് ബി ഇപ്പുറത്ത് കൊടുക്കുക, രണ്ട് സൈഡും അങ്ങോട്ട് മാറ്റുക. സോ C is equal to A plus B. That is the right option. C is equal to A plus B. Okay അല്ലേ students? Students, our second question നോക്കിയേ. The value of A for which sum of square of the roots of the equation x square minus a minus 2 into x minus a minus 1 is equal to 0.
assume the least value is. നമുക്കൊന്ന് നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കിയേ. എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് എ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? സം ഓഫ് സ്ക്വയർ ഓഫ് ദ റൂട്ട്സ്. ആദ്യം ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് റൂട്ട്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു കിട്ടുന്നത് എ മൈനസ് 2 എന്ന് കിട്ടും. മൈനസ് വരുന്നത് പ്ലസ് ആയി. സം ഓഫ് റൂട്ട്സ് എ മൈനസ് 2 കിട്ടി. ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ ഇൻറ്റു ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ. സി ബൈ എ ഈസ് ഈക്വൽ ടു മൈനസ് എ മൈനസ് 1 ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് മൈനസ് ഓഫ് എ പ്ലസ് 1. സം ഓഫ് റൂട്ട്സും കിട്ടി, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സും കിട്ടി. സം ഓഫ് സ്ക്വയേഴ്സ് ദാറ്റ് ഈസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അതാണ് നമുക്ക് വേണ്ടത്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ടൈംസ് ആൽഫ ബീറ്റ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് 2 ഇൻറ്റു മൈനസ് ഓഫ് എ പ്ലസ് 1. ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ പ്ലസ് 1. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? ജസ്റ്റ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അതിനെ. ദിസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 4a പ്ലസ് 4 പ്ലസ് 2a പ്ലസ് 2a പ്ലസ് 2 ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 2a പ്ലസ് 8 എന്ന് കിട്ടി. ഈ എക്സ്പ്രഷൻ്റെ ലീസ്റ്റ് വാല്യൂ ആണെന്ന് അസ്യൂം ചെയ്യാം. ലീസ്റ്റ് വാല്യൂ ആണെങ്കിൽ എക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇത് ലീസ്റ്റ് കിട്ടുന്നത്? ലൊക്കേഷൻ നോക്കിയേ. എ സ്ക്വയർ മൈനസ് 2a പ്ലസ് 6 എക്സ്പ്രഷൻ കിട്ടി. ഇതിൻ്റെ ലീസ്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ എക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന ക്വസ്റ്റ്യൻ. നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാക്സിമം ആണെങ്കിലും മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യണമെങ്കിൽ എക്സിന് എന്ത് കൊടുക്കണം? എക്സിന് മൈനസ് ബി ബൈ 2a കൊടുക്കണം. എക്സിന് മൈനസ് ബി ബൈ 2a കൊടുക്കണം. മൈനസ് ബി ബൈ 2a കൊടുക്കണം. സോ മൈനസ് ഓഫ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എയുടെ വാല്യൂ 1. സോ 2 ബൈ 2. വാട്ട് ഈസ് 2 ബൈ 2? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എക്സിന് 1 കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ കിട്ടുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ ലെസൺസ്. Both the roots of the quadratic equation x square minus 2kx plus k square plus k minus 5 is equal to 0 are less than 5. Then k lies in the interval. Question നോക്കിയേ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ബോത്ത് റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എയുടെ സൈൻ പോസിറ്റീവ് ആണ്. ഇവിടെ എയുടെ വാല്യൂ 1 അല്ലേ? എ പോസിറ്റീവ് അല്ലേ? സോ പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ്. പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ്. രണ്ട് റൂട്ടും 5നേക്കാൾ ലെസ് ആണ്. ബോത്ത് റൂട്ട്സ് ആർ ലെസ് ദാൻ 5. ബോത്ത് റൂട്ട്സ് ആർ ലെസ് ദാൻ 5 എന്ന് പറയുന്നത്. അപ്പോൾ 5നേക്കാട്ട് ലെസ് ആണ് രണ്ട് റൂട്ട്സും. ഇതല്ലേ റൂട്ട്സ്? ഇത് രണ്ടുമാണ് റൂട്ട്സ്. ദെൻ കെ ലൈസ് ഇൻ ദ ഇൻ്റർവൽ. ഇതാണ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് റൂട്ട് ഉണ്ടായതുകൊണ്ട് വി ഹാവ് എ കണ്ടീഷൻ ദാറ്റ് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. ആദ്യത്തെ കണ്ടീഷൻ അതാണ്. രണ്ട് റൂട്ട് ഉണ്ടായതുകൊണ്ട് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. ബിയുടെ വാല്യൂ മൈനസ് 2k ദാറ്റ് ഈസ് മൈനസ് 2k ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ k സ്ക്വയർ പ്ലസ് k മൈനസ് 5 ഗ്രേറ്റർ ദാൻ 0. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4k സ്ക്വയർ മൈനസ് 4k സ്ക്വയർ മൈനസ് 4k പ്ലസ് 20 ഗ്രേറ്റർ ദാൻ 0. നോക്കൂ, പ്ലസ് 4k സ്ക്വയർ മൈനസ് 4k ക്യാൻസലായി. മൈനസ് 4k പ്ലസ് 20 ഗ്രേറ്റർ ദാൻ 0. മൈനസ് 4k ഗ്രേറ്റർ ദാൻ മൈനസ് 20.
ഒരു -4 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആവും. സോ കെ ഈസ് ലെസ് ദാൻ -20 ഡിവൈഡ് ബൈ -4. സോ കെ ലെസ് ദാൻ 5. ഒരു കണ്ടീഷൻ മാത്രമേ ആകത്തുള്ളൂ, കെ ഈസ് ലെസ് ദാൻ 5. ഓക്കെ, ദെൻ ഒരു കണ്ടീഷനായി. ഇനി ബി സ്ക്വയർ -4ac ഗ്രേറ്റർ ദാൻ 0 എന്നൊരു കണ്ടീഷൻ എടുത്തു. കെയുടെ വാല്യൂ ലെസ് ദാൻ 5 എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഗ്രാഫ് നോക്കിയാൽ f(5)ൻ്റെ സൈൻ നോക്കിയാൽ, ജസ്റ്റ് ഞാൻ അങ്ങോട്ട് വരയ്ക്കുകയാണ്, ലൈൻ വരയ്ക്കുകയാണ്. ഗ്രാഫുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന f(5)ൻ്റെ വാല്യൂ f(5)ൻ്റെ വാല്യൂ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും, ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് f(5) ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. f(5) ഈസ് ഓൾവേസ്, ഗ്രാഫ് നോക്കിയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. കാരണം 5 എന്ന് പോയിന്റ് ചെയ്ത് ഞാൻ ഗ്രാഫിലോട്ട് വരച്ചു. പോയിന്റ് നോക്കും, ആ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് f(5) എന്ന വാല്യൂ പോസിറ്റീവ് ആണ്. f(x) എന്നത് എന്താണ്? f(x) ഈക്വൽ ടു, ഇവിടെ തന്നിരിക്കുന്ന f(x) എന്താ? x² - 2kx പ്ലസ് k² പ്ലസ് k -5. അവിടെ f(5) ഞാൻ കണ്ടുപിടിക്കുകയാണ്. 5² - 2k × 5 പ്ലസ് k² പ്ലസ് k -5. that is equal to, ശ്രദ്ധിക്കാം, 5² is that is 25 minus 10k plus k² plus k -5. Listen here, k² minus 9k plus 20 f(5) അതല്ലേ കിട്ടിയത്? k² minus 9k plus 20. k² minus 9k plus 20 ആണ് f(5). f(5) is always greater than 0. k² minus 9k plus 20 is greater than 0. That is, ഞാൻ അതിന് ഫാക്ടറൈസ് ചെയ്താൽ 20ഉം 9ഉം ആണ്, 5ഉം 4ഉം. So k minus 4 into k minus 5 greater than 0. Greater than inequality ആണെങ്കിൽ the value of k lies beyond the roots. ഇവിടെ റൂട്ട് ഏതൊക്കെയാണ്? 4ഉം 5ഉം. The value of k lies beyond the root. കെയുടെ വാല്യൂ 4നും 5നും ഇടയ്ക്ക് പുറത്തുള്ള വാല്യൂ ആണ്. രണ്ടാമത്തെ കണ്ടീഷനായി. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, റൂട്ട്സിൻ്റെ മീൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ഇവിടെ വരത്തില്ലേ? ഈ പോയിന്റ് ലെസ് ദാൻ 5 അല്ലേ? ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ഇസ് ഓൾവേസ് ലെസ് ദാൻ 5. ഗ്രാഫിൽ നിന്നാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ആൽഫ, ഇത് പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ബൈ 2, റൂട്ടിൻ്റെ മീൻ 5നേക്കാൾ ലെസ് ആണ്. അടുത്ത കണ്ടീഷൻ എടുക്കുന്നു, ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ലെസ് ദാൻ 5. ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കിയത് റൂട്ടിൻ്റെ മീൻ ലെസ് ദാൻ 5 ആണ്. ഓക്കെ ആണല്ലോ? സോ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ലെസ് ദാൻ 5. ആദ്യം ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കാം. ആൽഫ പ്ലസ് ബീറ്റ sum of roots, that is equal to minus b by a. That is alpha plus beta minus of minus 2k divided by 1. Alpha plus beta is equal to 2k. Okay, so 2k by 2 less than 5. 2 cut ചെയ്തു, k is less than 5 എന്ന ഒരു ഇൻഇക്വാളിറ്റി കിട്ടി. ഞാൻ 3 കണ്ടീഷൻസ് ഞാൻ ആദ്യം നോക്കി. 3 കണ്ടീഷൻസാണ് നോക്കിയത്. ഒന്നാമത്തെ കണ്ടീഷൻ 2 റൂട്ട് ഉണ്ടായതുകൊണ്ട് b² - 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. രണ്ടാമത്തെ കണ്ടീഷൻ f(5)ൻ്റെ വാല്യൂ ഗ്രാഫ് നോക്കി മനസ്സിലാക്കി, f(5) ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. മൂന്നാമത്തെ കണ്ടീഷൻ റൂട്ടിൻ്റെ മീൻ എന്താ? ലെസ് ദാൻ 5 ആണ്. ഇത് എല്ലാം കൂടെ സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ഞാനൊരു നമ്പർ ലൈൻ വരയ്ക്കാൻ പോവാണ്. -∞ തൊട്ട് +∞ വരെ. ഓക്കെ, അതിൽ ആദ്യത്തത് k ഈസ് ലെസ് ദാൻ 5,
നമുക്ക് ആ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഏതൊക്കെ പോയിൻറ്റ്സ് ഉണ്ട്? 4 ഉണ്ട്, 5 ഉണ്ട്. ആദ്യത്തേതിനകത്ത് നമുക്ക് കിട്ടി k ഈസ് ലെസ് ദാൻ 5 എന്ന് കിട്ടി. k ലെസ് ദാൻ 5, 5നേക്കാൾ ലെസ് ആയ വാല്യൂ ആണ് k ലെസ് ദാൻ 5. ഞാൻ ഇങ്ങനെ ഒരു ഡയഗ്രം വരച്ചു. ഈ ഇന്നിക്വാളിറ്റി അത് എഫ് ഓഫ് ഐ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 എന്ന ഇന്നിക്വാളിറ്റി നമുക്ക് കിട്ടിയത് വാല്യൂ ഓഫ് k ലൈസ് ബിയോണ്ട് ദ റൂട്ട്, റൂട്ടിനും വെളിയിലാണ്. ഇവിടെ റൂട്ട് ഏതാ? 4ഉം 5ഉം ആണ്. 4നും 5നും പുറത്തുള്ള വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. 4നും 5നും പുറത്ത്. ഓക്കെ അല്ലേ? മൂന്നാമത്തതിനകത്ത് k ഈസ് ഓൾവേസ് ലെസ് ദാൻ 5, k ഈസ് ഓൾവേസ് ലെസ് ദാൻ 5, k ഈസ് ഓൾവേസ് ലെസ് ദാൻ 5. ഓക്കെ, ഇതെല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് -∞ to 4 ആണ്. സോ -∞ എന്നൊരു 4 നമുക്ക് ആൻസറിൽ ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സി. ക്ലിയർ ആണോ? ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കി. ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² + px + q = 0 whose roots are tan 30 plus tan 15. Then find the value of 2 plus q minus p. Tan 30 tan 15 അതിൻ്റെ റൂട്ടാണ്. സോ സം ഓഫ് റൂട്ട്സ് എടുക്കാം. tan 30 plus tan 15 that is equal to minus p. Sum of roots. Product of roots. Tan 30 into tan 15. Product of roots c by a. C യുടെ വാല്യൂ ഇവിടെ q by a യുടെ വാല്യൂ ആണ്. സം ഓഫ് റൂട്ട്സും കിട്ടി, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സും കിട്ടി. ഇനി 2 പ്ലസ് q മൈനസ് p യുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് 2 പ്ലസ് qൻ്റെ വാല്യൂ അറിയാം, tan 30 into tan 15. മൈനസ് p യുടെ വാല്യൂ അറിയാം, tan 30 പ്ലസ് tan 15. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക. 45 is equal to 30 plus 15. രണ്ടിടത്തും tan ഫംഗ്ഷൻ എടുക്കാം. tan 45 is equal to tan of 30 plus 15. ഓക്കെ അല്ലേ? tan 45 is equal to 1 is equal to tan 30 plus tan 15 divided by 1 minus tan 30 into tan 15. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 minus tan 30 plus tan 15 is equal to tan 30 plus tan 15. ഒരു കാര്യം ചെയ്യും കുട്ടികളെ, ഈ മൈനസ് tan 30 tan 15 അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നാൽ 1 is equal to tan 30 into tan 15 plus tan 30 plus tan 15. Okay students, the tan 30 into tan 15 plus tan 30 plus tan 15 ന്റെ വാല്യൂ 1 അല്ലേ? So 2 plus 1 is equal to 3. So the correct option is A. Clear അല്ലേ? Okay. Fifth question നോക്കി. All values of m for which both roots of the equation x² minus 2mx plus m² minus 1 is equal to 0 greater than minus 2 but less than 4 lies in the m ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, m ന്റെ റേഞ്ച് കണ്ടുപിടിക്കാനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ശ്രദ്ധിച്ചേ. x² minus 2mx plus m² minus 1 is equal to 0. Coefficient of x² പോസിറ്റീവ് ആണ്. സോ പരാബോള ഈസ് ഇൻവെർട്ടഡ് അപ്വേർഡ്സ്. പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ് ആണല്ലോ. ഇവിടെ പറയുന്നു റൂട്ട്സ് -2നും 4നും ഇടയിലാണ്. -2നേക്കാൾ ഗ്രേറ്ററും 4നേക്കാൾ ലെസ്സും ആണ്. സോ ഞാനിവിടെ -2 പ്ലോട്ട് ചെയ്യുന്നു, ഇവിടെ 4 പ്ലോട്ട് ചെയ്യുന്നു. രണ്ട് റൂട്ടും -2നും 4നും ഇടയിലാണ്. സോ റൂട്ട്സ് ആർ ഗ്രേറ്റർ ദാൻ -2 ബട്ട് ലെസ് ദാൻ 4 എന്ന് പറയും. ഞാൻ രണ്ട് പ്ലോട്ട് ചെയ്യും, രണ്ട് റൂട്ടും
-2നും 4നും ഇടയിലാണ്. ഡയഗ്രം വരച്ചു. കോഎഫിഷ്യൻ്റ് ഓഫ് x² പോസിറ്റീവ് ആയതുകൊണ്ട് പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ് ആയി. ഒരു റൂട്ട് -2നേക്കാട്ട് ഗ്രേറ്ററും റൂട്ട് -2നും 4നും ഇടയിലാണെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇനി രണ്ട് റൂട്ട് ഉണ്ടായതുകൊണ്ട് റൂട്ട്സ് ഇൻ ബിറ്റ്വീൻ -2 and 4 ആയതുകൊണ്ട് b² - 4ac b² ഡിസ്ക്രിമിനന്റ് b² - 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ചിലപ്പോൾ റൂട്ട്സ് കോയിൻസൈഡ് ചെയ്യാം, എന്നാലും രണ്ട് റൂട്ടാണ്. അപ്പോൾ റൂട്ടിന് രണ്ട് റൂട്ട് ഉണ്ടായതുകൊണ്ട് b² - 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ബിയുടെ വാല്യൂ -2m ദ ഹോൾ സ്ക്വയർ -4 into 1 into m² - 1 greater than 0, greater than or equal to 0. That is 4m² minus 4m² plus 4 greater than or equal to 0. Plus 4m² minus 4m² cancel ആയി പോയി. 4 is greater than or equal to 0. സോ ഇതിൽ നിന്ന് നമുക്കൊന്നും കിട്ടത്തില്ല. 4 greater than or equal to 0, x എന്തായാൽ മതി, m എന്താ, m belongs to any real number. കാരണം 4 എപ്പോഴും എന്താണ് 0 ഗ്രേറ്റർ. സോ m is any real number. ഓക്കെ, ദാറ്റ് ഈസ് -infinity to +infinity. ആ കണ്ടീഷൻ നമുക്ക് കിട്ടിയത് m is always belongs to a real number. സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. f of -2ൻ്റെ സൈൻ നോക്കിയേ, പോസിറ്റീവ് അല്ലേ. f of -2ൻ്റെ സൈൻ പോസിറ്റീവ്. സോ f of -2 is greater than 0. -2 കൊണ്ട് കൊടുക്കാം. -2 the whole square -2m into -2 plus m square -1 greater than 0. That is 4 plus 4m plus m square -1 greater than 0. That is m square plus 4m plus 3 greater than 0. Factorize ചെയ്താൽ m plus 1 into m plus 3 greater than 0. ഏത് ഇൻഇക്വാളിറ്റിയാ? ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റിയാ. then the value of m lies beyond the root. m belongs to beyond the root. റൂട്ട് ഏതാ? -1ഉം -3യും -1ഉം അല്ലേ. സോ ദ വാല്യൂ ഓഫ് m lies beyond the root. -3ക്കും -1നും പുറത്ത്. f of -2 greater than 0. ഇനി നോക്കിയേ, ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവാം f of 4ഉം എന്താണ്? പോസിറ്റീവ് ആണ്. f of 4 is always greater than 0. Okay, that is f of 4 നോക്കാം. 4 square minus 2m into 4 plus m square minus 1 greater than 0. That is 16 minus 8m plus m square minus 1 greater than 0. നോക്കൂ കുട്ടികളെ, m square minus 8m plus 15 is greater than 0. Factorize ചെയ്യാം. m minus 3 into m minus 5 greater than 0. ഏത് ഇൻഇക്വാളിറ്റിയാണ്? ഗ്രേറ്റർ ഇൻഇക്വാളിറ്റിയാണ്. then the value of m lies beyond the root. റൂട്ട് ഇവിടെ കിട്ടിയത് 3യും 5ഉം ആണ്. so the value of m lies beyond the root. 3 and 5, 3നും 5നും പുറത്ത്. ഇനി ഒരു കണ്ടീഷൻ വെച്ചാൽ റൂട്ടിൻ്റെ മീൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 -2നും 4നും ഇടയിലാണ്. സോ നാലാമത്തെ കണ്ടീഷനായ നമുക്ക് നാലാമത്തെ കണ്ടീഷനായ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 റൂട്ടിൻ്റെ മീൻ -2നും 4നും ഇടയിലാണ്. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ -b/a ആണ്. ദാറ്റ് ഇസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -2m ഡിവൈഡ് ബൈ എയുടെ വാല്യൂ 1.
സോ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 2m. ജസ്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -2 ലെസ് ദാൻ 2m/2 ലെസ് ദാൻ 4. 2 ക്യാൻസൽ ആയി. -2 ലെസ് ദാൻ m ലെസ് ദാൻ 4. ഓക്കെ അല്ലേ? 4 കണ്ടീഷൻസ് ഞാൻ എടുത്തു. ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ കണ്ടീഷൻ 2 റൂട്ട് ഉണ്ടായതുകൊണ്ട് b² - 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഗ്രാഫിൽ നോക്കിയപ്പോൾ f of -2ൻ്റെയും f of 4ൻ്റെയും സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ f of -2 ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തു, f of 4 ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തു. ഇനി ലാസ്റ്റ് റൂട്ടിൻ്റെ മീൻ ആൽഫ പ്ലസ് ബീറ്റ/2. ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും -2നും 4നും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന കെയുടെ എമ്മിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം. അതിന് ഞാൻ നമ്പർ ലൈൻ വരയ്ക്കുന്നു. നമ്പർ ലൈനിന് പ്രീവിയസ് പോയിന്റ്സ് എല്ലാം നമുക്ക് പ്ലോട്ട് ചെയ്യണം. പ്രീവിയസ് പോയിന്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രീവിയസ് പോയിന്റ്സ് ഏതൊക്കെയാണ്? -1 ഉണ്ട്, -3 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. സോ പോയിന്റ്സ് എല്ലാം എടുക്കുകയാണ്. -3, ഇതാ ഇവിടെ -2 ഉണ്ട്, -2, -1, 3 ഉണ്ട്, 4 ഉണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ നോക്കാം. 5 ഉണ്ട്. ഇനി ഓരോ കണ്ടീഷൻസിലെ റേഞ്ച് നോക്കാം. ഫസ്റ്റ് കണ്ടീഷനിലെ റേഞ്ച് നോക്കിയേ, -∞ ടു +∞. സോ ഞാൻ ആദ്യം അതങ്ങ് പ്ലോട്ട് ചെയ്യുന്നു. -∞ ടു +∞, അതാദ്യം പ്ലോട്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ദ വാല്യൂ ഓഫ് m ലൈസ് ബിയോണ്ട് ദ റൂട്ട് -3 ആൻഡ് -1. ആ കണ്ടീഷൻ എടുക്കുന്നു. -3ക്കും -1നും പുറത്ത്. രണ്ടാമത്തെ കണ്ടീഷനും എടുത്തു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ 3ക്കും 5നും പുറത്ത്. ആ കണ്ടീഷൻ എടുക്കുന്നു. 3ക്കും 5നും പുറത്ത്. 3ക്കും 5നും പുറത്ത്. ഇനി നാലാമത്തെ കണ്ടീഷൻ -2നും 4നും ഇടയിൽ. -2നും 4നും ഇടയിൽ. നോക്കൂ, -2നും 4നും ഇടയിൽ. നമുക്ക് 4 കണ്ടീഷൻ ഉണ്ട്. ആ 4 കണ്ടീഷനും ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ നോക്കണം. 4 കണ്ടീഷൻ 4 വരെ ക്രോസ് ചെയ്യുന്ന റീജിയൻ നോക്കണം. ഇതിനകത്ത് 4 വരെ ഒന്നിച്ച് വരുന്ന ഒരേ ഒരു റീജിയനേ ഉള്ളൂ, -1 തൊട്ട് 3 വരെ. സോ ദ വാല്യൂ ഓഫ് m ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 3. ഇനി ഇത് നമുക്ക് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ദ വാല്യൂ ഓഫ് m ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 3. ദാറ്റ് ഇസ് എ കറക്റ്റ് ഓപ്ഷൻ ബി. ഓക്കെ ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇത്. ലൊക്കേഷൻ റൂട്ട്സ് എന്നാണ് ഈ ടോപ്പിക്കിൻ്റെ പേര്. ഗ്രാഫ് വരച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഗ്രാഫ് വരച്ചിട്ട് കണ്ടീഷൻസ് മൊത്തവും നോക്കും. ഇവിടെ നമുക്ക് 4 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ഗ്രാഫിൽ നിന്ന്. 1 b² - 4ac ഗ്രേറ്റർ ദാൻ 0, 2 f of -2 is greater than 0, 3 f of 4 is greater than 0. നാലാമത്തെ കണ്ടീഷൻ റൂട്ടിൻ്റെ മീൻ -2നും 4നും ഇടയിൽ. ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന m വേണം. അതിന് നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു നമ്പർ ലൈൻ വരച്ചു. ആ നമ്പർ ലൈൻ വെച്ചിട്ട് 4 കണ്ടീഷനും ഒന്നിച്ച് സാറ്റിസ്ഫൈ. അപ്പോൾ 4 ലൈൻസ് ഒന്നിച്ച് വരുന്ന ഈ ഒരൊറ്റ റീജിയനാണ്. -1 തൊട്ട് 3 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ദ വാല്യൂ ഓഫ് m ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 3. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.